ഹലോ, ഇനി നമുക്ക് നല്ലൊരു ബനോഫി ബൂസ്റ്റ് ആയാലോ? പേര് കേട്ട് ആരും ഞെട്ടണ്ട. വളരെ എളുപ്പത്തിലും വളരെ രുചികരവുമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തിയാണ്. ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറാണ്. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബനാനയാണ്. 2 നേന്ത്രപ്പഴം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബനാന ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഈന്തപ്പഴമാണ്. ഞാൻ 5 ഈന്തപ്പഴം ഇതുപോലെ പാലൊന്ന് സോക്ക് ചെയ്തെടുത്തതാണ്. ഒന്ന് സോഫ്റ്റ് ആവാനും ഒന്ന് നല്ല പോലെ അരഞ്ഞു കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈന്തപ്പഴം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കോഫി ഞാൻ ചൂടുവെള്ളത്തിലൊന്ന് മിക്സാക്കി കുറച്ച് പഞ്ചസാര ഇട്ട് ചൂടാറിയ ശേഷം ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണേ. അപ്പോൾ നമ്മുടെ കോഫിയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ബൂസ്റ്റാണ്. ഒരു 5 രൂപ പാക്കറ്റിന് ബൂസ്റ്റ് അത് മതിയാകും. അപ്പോൾ ബൂസ്റ്റും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് നല്ല തണുത്ത പാലാണേ. ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്ത പാലാണേ. അപ്പോൾ നമുക്കിനി പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാവേ. അപ്പോൾ നമുക്ക് നേരെ ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബനോഫി ബൂസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയല്ല, എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ആക്കി നോക്കണം. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇതിഷ്ടപ്പെടും. സൂപ്പർ ടേസ്റ്റാണ്. ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് ബൂസ്റ്റും കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്താണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ സിപ്പ്, സ്കൂപ്പ്, സ്മൈൽ, നോട്ട് ജസ്റ്റ് എ സ്മൂത്തി, ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് എങ്ങനെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് എന്നെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.